ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൈരവി അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നു കേട്ടോ നിധി. എന്നിട്ട് ഭൈരവി അമ്മക്ക് മുന്നിൽ മാപ്പ് പറയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ഈ രീതിയിലൊക്കെ പെരുമാറിയതിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ സത്യം തുറന്ന് കാണിക്കണമല്ലോ. വസുന്ധരയുടെ സ്വഭാവം തുറന്ന് കാണിച്ചില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് മാപ്പൊക്കെ പറയാണ് കേട്ടോ. ഈ സമയം ഇത് കേട്ട ഉടനെ തന്നെ ഭൈരവി അമ്മ പറയാണ്, മോളെ നീ എന്നോട് അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ വസുന്ധരയുടെ സ്വഭാവം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈശ്വരമംഗലത്തെ അടുത്ത അവകാശം അവളിലോട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് അങ്ങനെയാണല്ലോ വരേണ്ടതും. തലമുറകളായി കൊണ്ടു നടക്കുന്ന അവകാശം അത് അവൾക്കാണ് ശരിക്കും കൊടുക്കേണ്ടത്. പക്ഷേ അവൾ ഇങ്ങനെ ഒരുത്തിയാണെങ്കിൽ, കുടുംബം തകർക്കുന്നവളാണെങ്കിൽ, പ്രണവിൻ്റെ ജീവിതം തകർക്കുന്നവളാണെങ്കിൽ തീർച്ചയായും അവൾക്ക് ശിക്ഷ കൊടുക്കണം. അത് കേൾക്കുന്ന നീതി പറയണേ, ഭൈരവിയമ്മ അങ്ങനെ വസുന്ധര ആൻറ്റിക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. വസുന്ധര ആൻറ്റി കുറച്ച് കുബുദ്ധിയും തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കപ്പെടും. അതുകൊണ്ട് എനിക്കൊപ്പം നിന്നതായി ഒരിക്കലും ആൻറ്റിക്ക് തോന്നരുത്. അത് കേട്ടോടെ തന്നെ അതെന്താ മോളെ, അതെ ഭൈരവി അമ്മ പഴയതുപോലെ തന്നെ എന്നെ ശിക്ഷിച്ചും കൊണ്ട് തന്നെ ഇരിക്കണം. ഭൈരവി അമ്മ പഴയതുപോലെ എന്നോട് എന്തൊക്കെ പറഞ്ഞിരുന്നു അതുപോലൊക്കെ തന്നെ കാണിക്കണം. ഇപ്പോൾ ഈ റൂമിലോട്ട് എന്നെ വലിച്ചഴച്ച് കൊണ്ടുവന്നപ്പോൾ ഭൈരവി അമ്മ എന്നെ വഴക്ക് പറയാനല്ലേ? അപ്പോൾ ആ ഒരു സീൻ തന്നെ ആവണം. ഭൈരവി അമ്മ എനിക്ക് മുന്നിൽ പത്തി മടക്കിയതായിട്ട് ഒരിക്കലും വസുന്ധര ആൻറ്റിക്ക് തോന്നരുതെന്ന് പറയണേട്ടോ. നീ ആൾ കൊള്ളാലോ, നീ ഒരു സിംഹക്കുട്ടി തന്നെ. എൻ്റെ ഗൗതമിന് കിട്ടിയ ഒരു ചെറിയ സിംഹക്കുട്ടിയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു മരുമകൾ തന്നെയാണ് എനിക്ക് ആവശ്യം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വസുന്ധര പുറത്തു നിന്നും ഡോറ് തട്ടാണ് കേട്ടോ. ഭൈരവിയമ്മേ കഥകൊന്ന് തുറക്ക്. നിധി അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല. അവൾക്ക് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ് ഭൈരവിയമ്മേ, കഥക്ക് തുറക്ക്. അത് കേട്ട ഉടൻ തന്നെ ഭൈരവിയമ്മയും അതുപോലെ തന്നെ നിധിയും ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നിധി കണ്ടുകൊണ്ട് ഭൈരവിയമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഭൈരവിയമ്മ എന്താടി നീ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അയ്യോ ഭൈരവിയമ്മേ, എന്നെ അടിക്കല്ലേ, എന്നെ നുള്ളല്ലേ, എനിക്ക് വേദനയാവുന്നു ഭൈരവിയമ്മേ. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ. ആഹാ, എന്ത് രസമുള്ള കാഴ്ചയാണ് തൻ്റെ ചെവിയിൽ വന്ന് വീഴുന്നത്. ആഹാ, കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. ആഹാ എന്നുള്ള ലെവലിൽ വസുന്ധര ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ പാറു, ഭൈരവിയമ്മേ നിധിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഇനി അവൾ അങ്ങനെയൊന്നും സംസാരിക്കില്ല. എന്ത് മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേ? ഇനി നിനക്ക് ഈ തെറ്റ് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഭൈരവിയമ്മ നിധിയുടെ കൈ പിടിക്കുന്നു, തലോടുന്നു. ഇതേസമയം നിധിയാണെങ്കിൽ അയ്യോ എനിക്ക് വേദനിക്കുന്നു, ഇനി ചെയ്യില്ല ഭൈരവിയമ്മേ, ഞാനിനി ചെയ്യില്ല. എൻ്റെ വാക്കുകൾക്ക് നിനക്ക് യാതൊരു വിലയും ഇനി ഉണ്ടാവില്ലേ? ഉണ്ടാകും ഭൈരവിയമ്മേ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് മാപ്പാക്കണം ഭൈരവിയമ്മേ, ഇനി ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിധിയും ഭൈരവിയമ്മയും കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ ചെയ്യാണ്. എന്നാൽ പുറത്ത് നിൽക്കുന്ന വസുന്ധരക്കും പാറുവിനും സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത്. വസുന്ധരയ്ക്ക് ചിരി, പാറുവിനും ഗൗതമും പ്രണവൊക്കെ ആണെങ്കിലോ ഈ ഭൈരവിയമ്മയെ ഞാൻ എന്തെങ്കിലും ചെയ്തു കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഗൗതമിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയം. കഥക് കുറ്റിയിട്ട് നിധി പിന്നീട് എന്താണ് അതിനുള്ളിൽ സംഭവിച്ചതെന്നറിയാതെ ഇവിടെ ഗൗതമും നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും ഗൗതം തുറക്കുന്നുണ്ടോ വാതിൽ എന്ന് പറയുമ്പോൾ ഇനി മതി ഭൈരവിയമ്മയെ, നമുക്ക് കഥക് തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഭൈരവിയമ്മ ചെന്നിട്ട് തന്നെ കഥക് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി ആകെ ഒരുമാതിരി ആയതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എന്നെക്കൊണ്ട് പറ്റാത്തത് എന്തായാലും ഭൈരവിയമ്മ ചെയ്തു. ഭൈരവിയമ്മയെ അവളെ അടിക്കണ്ടായിരുന്നു, പിച്ചണ്ടായിരുന്നു. ഇത് എല്ലാവർക്കുമുള്ള ശിക്ഷയാണ്. ഇന്ന് മുതൽ ഈ വീട് എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നത് പോലെ ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും ഇവിടെ തീരുമാനം എടുക്കണം. അത് കേട്ട ഉടനെ തന്നെ ഗൗതം, ഇത് കുറച്ച് എന്താടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട്? അപ്പോഴേക്കും പാറു, പോനെ നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ലേ. നിന്റെ അച്ഛനൊക്കെ വളർത്തിയ സ്ത്രീയാണ്, അവരോടൊന്നും അങ്ങനെ പറയല്ലേ. അപ്പോഴേക്കും ഇത് അതിര് കിടക്കുന്നു കേട്ടോ. അപ്പോഴേക്കും പ്രണവ് പറയുന്നത് ശരിയാണ്, ഇത് വല്ലാതെ അങ്ങ് അതിര് കിടക്കുന്നു, ഇത്രയൊന്നും വേണ്ട എന്നൊക്കെ പറയെങ്കിലും കൂടിയിട്ട് ആ ഒരു വാക്കുകൾ ഗൗതമിൻ്റെ പാറുവിൻ്റെ ചെവിയിൽ കേൾക്കില്ല കേട്ടോ. പാറു പറയും, നിങ്ങൾ അടങ്ങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരോടും കൂടിയിട്ട് ഞാൻ പറയാണ്, ഓരോരുത്തർക്കും ഓരോ പണി ചെയ്യും. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന പണിക്കാരനെ അവിടെ അവരെ വിളിക്ക്. എന്തായാലും ഓണത്തിന് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്, അതൊക്കെ കൊണ്ടുവരാൻ പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഭൈരവിയമ്മയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തന്നെ തോന്നാണ്. പിന്നീട് വസുന്ധരയോട് പറയണം, വസുന്ധരയെ നിനക്ക് കുറച്ച് പണികളുണ്ട്,
അപ്പോഴേക്കും വസുന്ധര പറയണ ഞാൻ ചെയ്തോളാം. അപ്പോഴേക്കും നിധി പറയണേ ഭൈരവിയമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വസുന്ധര പറയണ അത് വേണ്ട നിധി, ഞാൻ ചെയ്തോളാം. നീ ആവുമ്പോൾ അത് ഭംഗി പോലെ ചെയ്യില്ല, അതുകൊണ്ട് നീ വേണ്ട. ഇപ്പം തന്നെ കണ്ടില്ല, നേരം വെളുക്കുമ്പോൾ ഭൈരവിയമ്മയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടില്ല. അത് കേൾക്കുന്ന ഭൈരവി അമ്മ അറിയാണ്, ശരിയാണ് വസു പറയുന്നതിലും കാര്യമുണ്ട്. നിനക്കൊന്നും കൂട്ടുകുടുംബത്തിൻ്റെ വിലയും അതുപോലെ തന്നെ ഒരു വീട് എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് നിനക്കറിയില്ല. നിന്റെ നാക്കിന് നീളം കുറച്ച് നേരത്തെ ഞാൻ കണ്ടതില്ലേ. അതുകൊണ്ട് ഈ തിരുവോണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് വസു തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ അമളി പറ്റിയതുപോലെ നിൽക്കണം കേട്ടോ. എന്നാൽ എന്തിനും ഏതിനും എപ്പോഴും കൂട്ടുപിടിക്കുമ്പോൾ അത് നേരെ തിരിഞ്ഞു കുത്തുന്നത് നിധിക്കായിരുന്നു. ഇപ്പോൾ എന്നാൽ തിരിഞ്ഞിട്ടിരിക്കുന്നത് തൻ്റെ ദേഹത്തോട്ട് തന്നെ. തനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്താ വസു, നിന്നെക്കൊണ്ട് കഴിയില്ലേ എന്ന് ഭൈരവിയമ്മ ചോദിക്കുമ്പോൾ തീർച്ചയായും കഴിയുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങിയാണ്. ഇതേ സമയം അത് ചുമന്നും കൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെക്കണമല്ലോ. അപ്പോൾ ഉടൻ തന്നെ ഇതിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രണവും ഗൗതമും ഇത് ഭൈരവി അമ്മ വസുന്ധര ആൻറ്റിയോടെ അല്ലേ, നിങ്ങളോടല്ലേ ഇത് ഏറ്റാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളല്ലേ ഈ ഓണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ഏറ്റെടുത്തത്. അത് കേട്ട ഉടൻ തന്നെ എടി നിധി നീ ഇവിടെ വന്ന്, അയ്യോ എനിക്ക് വയ്യ, അവരുടെ നേരത്തെ വഴക്കും മടിയൊക്കെ ഒരുപാട് കിട്ടിയതാണ്. അപ്പോഴേക്കും അവിടെ ഭൈരവി അമ്മ എത്തിയിട്ടോ. എന്താ വസു, നിനക്ക് പറ്റുന്നില്ലേ, നീ ഇവളെ പോലൊക്കെ തന്നെയാണോ? അല്ല ഞാൻ ചെയ്തോളാം. ആ മാണിക്കമാല അതെൻ്റെ കഴുത്തിൽ തന്നെ കിട്ടണം, എന്നിട്ട് വേണം ഈ പുഴുക്കളെയൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് അടിച്ചിറക്കാം. പ്രത്യേകിച്ച് ആ നിധി എന്നവളെ അടിച്ചിറക്കിയാൽ ഈ വീട് തന്നെ ഒരു സ്വർഗമായി മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര കഷ്ടപ്പെട്ട് ആ ഒരു വലിയ ചാക്ക് തന്നെ തലയിലേറ്റി അങ്ങ് കൊണ്ടുപോകുമ്പോൾ വലിയ ചാക്കായതുകൊണ്ട് തന്നെ വല്ല കള്ളുകുടിയന്മാരുടെ പോലെ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കേട്ടോ. തനിക്ക് ബാലൻസ് കിട്ടുന്നില്ല. അങ്ങനെ വസുന്ധര അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമ്പോൾ അത് കണ്ടിട്ട് ഭൈരവിയമ്മ നിധിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഗൗതമിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധരക്കെട്ട് പണിയാൻ തന്നെയാണ് ഭൈരവിയമ്മയും നിധിയും ഒരുമിച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത് എന്നറിയാതെ ഗൗതം നിധിയെ വലിച്ചുകൂട്ടി കൊണ്ടുപോവാണ് കേട്ടോ. സത്യം പറയടി, എന്താണ് അവിടെ സംഭവിച്ചത്? നീയാണല്ലോ കഥക്ക് കുറ്റിയിട്ടത്, പിന്നീടാണെങ്കിൽ നിൻ്റെ അലറലും കേട്ടു. പക്ഷേ നീ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. അവരിൽ നിന്ന് ശരിക്കും നിനക്ക് അടി കിട്ടിയോ, അതോ നീ ഭൈരവിയമ്മയെ എന്തെങ്കിലും ചെയ്തോ? എൻ്റെ ഗൗതം, ഞാൻ ഭൈരവിയമ്മയെ അങ്ങ് കുപ്പിയിലാക്കി. അതെങ്ങനെയാടോ താൻ ഇത്ര പെട്ടെന്ന് അവരെ നീ കുപ്പിയിലാക്കിയത്? വസുന്ധരാൻ്റിയുടെ യഥാർത്ഥ മുഖം ഭൈരവിയമ്മക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു. എന്ത് മുഖം എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ ഞാൻ ഗൗതമിനോട് ചോദിച്ചില്ലേ, ഈ വീട്ടിൽ നിന്നും എനിക്ക് വസുന്ധരാൻ്റിക്ക് കുറച്ച് തെളിവുകൾ ഉണ്ടാക്കാനുണ്ട്, ആ തെളിവുകൾ ശേഖരിക്കാനാണ് ഞാനിവിടെ നിന്നും പോയത്. അതെന്ത് തെളിവ് എന്ന് ചോദിച്ചോടെ തന്നെ പറയണം. ഇതാ ഈ കാണുന്ന വീഡിയോകൾ കേട്ടോ. അങ്ങനെ കമ്പനിയിലെ സ്റ്റാഫും മാനേജറും അതുപോലെ തന്നെ ഗൗതമിനെ കുത്തുന്ന ആ വീഡിയോ ഒക്കെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് വസുന്ധരാൻ്റി എന്ന് ഭൈരവിയമ്മക്ക് മുന്നിൽ ഞാനങ്ങ് കാണിച്ചപ്പോൾ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ ഭൈരവിയമ്മ ഇനി തീരുമാനങ്ങൾ മാറ്റി എനിക്കൊപ്പം നിന്ന് എൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് അത് കേൾക്കുന്നതിനോടുകൂടി, അല്ലെങ്കിലും എൻ്റെ ഭാര്യ സൂപ്ര, എൻ്റെ ഭാര്യ ആരെയാണ് കയ്യിലെടുക്കാൻ കഴിവില്ലാത്തത്, എല്ലാം കയ്യിലെടുക്കാനുള്ളൊരു കഴിവ് നിനക്ക് ദൈവം പ്രത്യേകം തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഗൗതം പറയുന്നു കേട്ടോ. അങ്ങനെ വസുന്ധര ആകെ 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഈശ്വര, ഏത് ദുർബല നിമിഷത്തിലാണാവോ താൻ അത് ഏറ്റെടുത്തത് എന്ന ചിന്തയിൽ ഇങ്ങനെ വസുന്ധര നിൽക്കുന്നു കേട്ടോ.